വിശദമായ വാർത്തയിലേക്കാണ്. UDF മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന്. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മന്ത്രിമാരുടെ പട്ടിക ഉച്ചയോടെ ഗവർണർക്ക് കൈമാറും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകും. കോൺഗ്രസിന് 12 മന്ത്രിസ്ഥാനവും സ്പീക്കർ സ്ഥാനവും ലഭിക്കും. ലീഗിന് 5 മന്ത്രിസ്ഥാനം ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ച ഇന്നും തുടരും. ആന്റണി ജോർജ് ഉണ്ട് വിവരങ്ങളുമായി. ആന്റണി, എന്തായാലും മന്ത്രിസഭയിലേക്കുള്ള മന്ത്രിമാരുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകും. ഏകദേശം ആരൊക്കെയായിരിക്കും മന്ത്രിസഭയിൽ ഉണ്ടാകുക എന്നൊരു പേര് വിവരങ്ങളൊക്കെ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. 8ഓളം പേർ കോൺഗ്രസിൽ തന്നെ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ഘടകകക്ഷികളിൽ ആർക്കൊക്കെ എന്തൊക്കെ മന്ത്രിസ്ഥാനം എന്നതാണ് വിവരങ്ങൾ. തീർച്ചയായും നാളെയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത്. ഏതായാലും അതിനു മുൻപ് തന്നെ ആരൊക്കെയാണ് മന്ത്രിമാർ, മുഴുവൻ മന്ത്രിമാരെയും സത്യപ്രതിജ്ഞ ചെയ്യിക്കാനാണ് UDFന്റെ തീരുമാനം. അതിന്റെ ചർച്ചകൾ അതിന്റെ അന്തിമഘട്ടത്തിലാണ്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി ആരൊക്കെയായിരിക്കും മന്ത്രിമാർ, ഏതൊക്കെയായിരിക്കും അവരുടെ വകുപ്പുകൾ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്നുള്ളതാണ്. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ നടത്തും. ഉച്ചയോടുകൂടി നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറും. മുഖ്യമന്ത്രി അടക്കം 21 അംഗ മന്ത്രിസഭയാണ് അധികാരമേൽക്കുന്നത്. അതിൽ കോൺഗ്രസിന് 12 മന്ത്രിമാരാണ് ഉള്ളത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന് 5, അതുപോലെ തന്നെ കേരള കോൺഗ്രസിന് 1, RSPക്ക് 1, അതുപോലെ തന്നെ ഈ ചെറു കക്ഷികളായ അനൂപ് ജേക്കബ്, അതുപോലെ തന്നെ മാണി സി കാപ്പൻ എന്നിവർക്ക് ടേം വ്യവസ്ഥയിലും ഇപ്പോൾ മന്ത്രിസ്ഥാനങ്ങൾ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസിലെ ഏതാണ്ട് മന്ത്രിമാരുടെ പട്ടിക പുറത്ത് വന്നിരുന്നു. അതിൽ ഇനിയൊരു അന്തിമ തീരുമാനമുണ്ട് വരാൻ വേണ്ടിയുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് മന്ത്രിസ്ഥാനം ഉറപ്പിച്ചവർ ഇപ്പോൾ KPCC പ്രസിഡന്റായിട്ടുള്ള സണ്ണി ജോസഫ്, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, K മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ബിന്ദു കൃഷ്ണ, PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ എന്നിവരാണ് മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, രമേശ് ചെന്നിത്തല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ ഈ വീട്ടിലെത്തി വി.ഡി. സതീശനും KC വേണുഗോപാലും ഒക്കെ അനുനയിപ്പിച്ചു. ആഭ്യന്തര വകുപ്പ് വേണമെന്നുള്ളതായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ആവശ്യം. ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകാനായി തീരുമാനിച്ചിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിന് പുറമെ ഈ പോലീസിനൊപ്പം തന്നെ വിജിലൻസും വേണമെന്ന ചെന്നിത്തലയുടെ ആവശ്യവും മുഖ്യമന്ത്രി അംഗീകരിച്ചിട്ടുണ്ട്. ഏതായാലും ആ വകുപ്പ് കിട്ടുന്നതോടുകൂടി രമേശ് ചെന്നിത്തല കൂടി ഈ മന്ത്രിസഭയുടെ ഭാഗമായി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതേസമയം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ധനവകുപ്പായിരിക്കും കയ്യിൽ വെക്കുക. തുറമുഖ വകുപ്പ് കൂടി ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ കയ്യിലായിരിക്കും ഉണ്ടാവുക. നേരത്തെ CP ജോണാണ് തുറമുഖ വകുപ്പ് ആവശ്യപ്പെട്ടത്. പക്ഷേ CP ജോണിന് ഇതിന് പകരം സഹകരണ വകുപ്പായിരിക്കും നൽകുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഉറപ്പിച്ച മന്ത്രിസ്ഥാനത്തിന് പുറമെ ചാണ്ടി ഉമ്മൻ, റോജി M. ജോൺ, ഷാനിമോൾ ഉസ്മാൻ, T. സിദ്ദിഖ്, VT ബൽറാം, N. ശക്തൻ എന്നിവർ പരിഗണനയിലുണ്ട്. അതിൽ 3 പേരുകൾ നിലവിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത് N. ശക്തൻ, റോജി M. ജോൺ, VT ബൽറാം എന്നിവരുടെ പേരുകളാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പേരും സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായിട്ടുണ്ട്. ഏതായാലും സ്പീക്കർ ആകുന്നതിൽ തിരുവഞ്ചൂർ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും അത്തരത്തിൽ അതൃപ്തി നിലവിൽ തിരുവഞ്ചൂർ രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ അതിൽ തീരുമാനം മാറുമോ എന്നുള്ളതാണ് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഇന്നിപ്പോൾ അക്കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമ തീരുമാനം ഉണ്ടായേക്കും. അതുപോലെ തന്നെ ഈ സണ്ണി ജോസഫ്, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്, അദ്ദേഹത്തിന് റവന്യൂ വകുപ്പ് സണ്ണി ജോസഫിനായിരിക്കും എന്നുള്ള സൂചനകളും പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകും. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവർ 5 മന്ത്രിസ്ഥാനമാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഇന്നലെ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ അത് സംബന്ധിച്ചുള്ള ഉറപ്പ് അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ നേതാക്കളൊക്കെ പറഞ്ഞത്. ആ 5 മന്ത്രിസ്ഥാനവും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ലഭിക്കും. അതേസമയം ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുന്നത്, അല്ലെങ്കിൽ ഒരു പ്രശ്നമായി നിൽക്കുന്നത് ഈ PJ ജോസഫിൻ്റെ
നിലപാടാണ്. 2 മന്ത്രിസ്ഥാനം വേണം എന്നുള്ളതാണ് PJ ജോസഫിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത്. പക്ഷേ 2 മന്ത്രിസ്ഥാനം കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട്. ഒന്നില്ലെങ്കിൽ ചീഫ് വിപ്പ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം എന്നുള്ളതാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനായി പരിഗണിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത്. അതിന് PJ ജോസഫ് വഴങ്ങുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അങ്ങനെയെങ്കിൽ PJ ജോസഫ് ഈ പറയുന്ന പോലെ ചീഫ് വിപ്പ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമാണെങ്കിൽ പാർട്ടിയിൽ സീനിയർ ആയത് ഇരിങ്ങാലക്കുട MLA ആയ തോമസ് ഉണ്ണിയാടനാണ്. തോമസ് ഉണ്ണിയാടൻ്റെ പേര് പരിഗണനയിലേക്ക് വരും. അതുപോലെ തന്നെ ജോസഫിൻ്റെ മകൻ തൊടുപുഴയിൽ നിന്ന് ജയിച്ച അബൂ ജോൺ ജോസഫും പരിഗണനയിലുണ്ട്. ഏതായാലും മോൻസ് ജോസഫ്, പാർട്ടിയിലെ മുതിർന്ന നേതാവായ മോൻസ് ജോസഫ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. അവർക്കൊരു പ്രധാനപ്പെട്ട ഒരു മന്ത്രിസ്ഥാനമാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് വേണം എന്നുള്ളൊരു ആവശ്യവും കൂടി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും അവർക്ക് ഒരു അംഗം മാത്രമുള്ള പാർട്ടികളാണ്. അവർക്ക് നിലവിൽ ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം കൊടുക്കാമെന്നുള്ളതാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. 2.5 വർഷം വീതം 2 പേർക്കും മന്ത്രിസ്ഥാനം എന്നുള്ളതാണ്. പക്ഷേ അതിനോട് അനൂപ് ജേക്കബിനാണെങ്കിലും മാണി സി കാപ്പനാണെങ്കിലും ഒരു യോജിപ്പ് ഇല്ല എന്നുള്ളതാണ്. അവർ ഇന്നലെ ആ യോഗ ചർച്ചയിൽ അതിൻ്റെ ആ വിയോജിപ്പ് അതൃപ്തിയൊക്കെ പറഞ്ഞിരുന്നു. ഏതായാലും അക്കാര്യത്തിൽ കൂടി ഇന്ന് വിശദമായ ചർച്ച നടക്കും. എന്തായാലും വിശദമായി തന്നെ ഇക്കാര്യത്തിൽ ഇന്ന് ചർച്ച നടന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ആരായിരിക്കും, ഏതൊക്കെയായിരിക്കും അവരുടെ വകുപ്പുകൾ എന്നുള്ള കാര്യത്തിൽ നിയുക്ത മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, വ്യക്തമാണ്. ആന്റണി ജെ ജോർജാണ് വിവരങ്ങൾ നൽകിയത്.